അടിയന്തരമായിട്ട് തന്നെ ദേശീയ തലത്തിലുള്ള കുറേ സൈക്കോളജിക്കൽ കൗൺസിലേഴ്സിനെ കേരളത്തിലേക്ക് കൊണ്ടുവരണം. അതിനുശേഷം ഇവർക്കൊക്കെ കൃത്യമായിട്ട് ഒരു കൗൺസിലിംഗ് കൊടുത്ത് ഒരു നോർമൽ ലൈഫിലേക്ക് കാരണം ഇവരിപ്പം മുഖ്യമന്ത്രി മന്ത്രിയൊക്കെ ആയിക്കഴിഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കി, ആ ഒരു സ്വപ്നത്തിൽ നിന്ന് അത് മാനസികമായിട്ട് ഇപ്പം നമ്മുടെ മനസ്സിനെ നമ്മളിപ്പോൾ ഇങ്ങനെ പറഞ്ഞു ധരിപ്പിക്കുകയാണ്. ഞാൻ മുഖ്യമന്ത്രി എന്ന് കരുതിയിരിക്കുന്ന ഒരാൾ മുഖ്യമന്ത്രി ആവില്ല എന്നറിയുമ്പോഴത്തെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. അത് ഇന്ന് കേരളത്തിലെ എല്ലാ കോടിക്കണക്കിന് പരസ്യം കൊടുത്താലും ഒരു റിസോർട്ടിന് ഇതേ രീതിയിലുള്ള പരസ്യം കിട്ടത്തില്ല. അപ്പോൾ ഇത് കൃത്യമായിട്ട് വി.ഡി. സതീശൻ പ്ലാൻഡായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് വനവാസം. അജണ്ടകൾ ഇല്ലായിരുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ പോലും, UDF അജണ്ട ഇല്ലായിരുന്നു എന്ന് പറയുമ്പോൾ പോലും ഫേക്ക് അജണ്ടകൾ ഒരുപാടുണ്ടായിരുന്നു. അതായത് വി.ഡി. സതീശൻ ജെൻസി വോട്ടർമാരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞൊരു കാര്യം, മോഡിഫിക്കേഷൻ വരുത്താമെന്ന്. മോഡിഫിക്കേഷൻ എങ്ങനെ വരുത്താനായിട്ട് പറ്റും? രാജ്യത്ത് നിലവിലുള്ള ഒരു നിയമത്തിനെതിരായിട്ട് എങ്ങനെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുന്നത്? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ആൾക്കാർ വോട്ട് ചെയ്തു, അതിനുശേഷവും UDF ആണ് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ UDF തരംഗം സംഭവിക്കും, ഇന്നയാൾ മുഖ്യമന്ത്രിയാകും, ഇന്നവർ മന്ത്രിമാരാകും എന്നുള്ള രീതിയിൽ ഉള്ളൊരു പ്രചാരണം പല മാധ്യമങ്ങൾ വഴിയും പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴിയും നടത്തുന്നതിന് പിന്നിൽ വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ടോ എന്നും കൂടി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അനുപ നമസ്കാരം. അനുപ, നമ്മൾ ഈ വനവാസം, വിസ്മയം, ഈ രണ്ട് പദങ്ങളാണ് ഈ ഇലക്ഷനിൽ ഏറ്റവും കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത്. കാരണം മറ്റ് വികസന കാഴ്ചപ്പാടുകളോ അല്ലെങ്കിൽ നിലപാടുകളെക്കുറിച്ചൊന്നുമല്ല കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളത്. വി.ഡി. സതീശൻ രാവിലെ ഒരു പത്രസമ്മേളനം നടത്തും, ഇവിടെ അടുത്ത് വിസ്മയം നടക്കുന്നു പറയും. പത്രക്കാർ എന്തെങ്കിലും അങ്ങോട്ട് ചോദിക്കും, ആ ചോദിക്കുന്ന സമയത്ത് ഒരു പൊട്ടിത്തെറി ഉണ്ടാവും. നിങ്ങൾ കൈരടിയല്ലേ, അതല്ലേ, ഇതല്ലേ, നിങ്ങൾ ഈ ചോദ്യം അവരോട് ചോദിക്കുമോ, ഇവരോട് ചോദിക്കുമോ, ഇങ്ങനെയൊക്കെ പറഞ്ഞങ്ങോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കാരണം ഒരു പ്രത്യേകിച്ച് ഒരു അജണ്ട UDF ഉണ്ടായിരുന്നില്ല. പിന്നെ മെയ് 4-ാം തീയതി വരെ ഇവർ മുഖ്യമന്ത്രിയെയോ മന്ത്രിമാരെയോ ഒക്കെ തീരുമാനിച്ചോട്ടെ എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. അതിനെ നമ്മളും കൂടി UDF സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രി ആർക്കൊക്കെ വേണമെങ്കിലും മുഖ്യമന്ത്രിയാകാൻ പറ്റും, ആർക്കൊക്കെ മന്ത്രിമാരാകാൻ പറ്റും എന്നതിനൊക്കെ ഉള്ളൊരു സജഷൻസ് നമ്മളും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ മെയ് 4-ാം തീയതി പെട്ടി പൊട്ടിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഇവർക്കെല്ലാം കൗൺസിലിംഗ് കൊടുക്കേണ്ടി വരും. പല ആളുകൾക്ക് കൗൺസിലിംഗ് കൊടുക്കേണ്ടി വരും. കാരണം സീരിയസ്ലി പല ആളുകൾക്കും കൗൺസിലിംഗ് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഞാനിപ്പോൾ അടുത്ത ദിവസം എൻ്റെ ഒരു സുഹൃത്തിനോട് വിളിച്ചിട്ട് പറയുകയാണ്, പുള്ളി ഒരു വ്യക്തി, അദ്ദേഹം വളരെ നാളുകളായിട്ട് ഇങ്ങനെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹം വിജയിക്കും, മന്ത്രിയാകും എന്നുള്ളൊരു സ്വപ്നത്തിലാണ് ഇരിക്കുന്നത്. കാരണം അവർ തീരുമാനിച്ചു കഴിഞ്ഞു, വകുപ്പ് വരെ തീരുമാനിച്ചു. അപ്പോൾ പുള്ളിക്ക് മന്ത്രിസ്ഥാനം കിട്ടുമെന്നുള്ള വളരെ വലിയൊരു പ്രതീക്ഷയിലാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ പുള്ളിയുടെ പേഴ്സണൽ സ്റ്റാഫിനെ വരെ നിയമിച്ചു കഴിഞ്ഞു എന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അവസാനം എന്താ സംഭവിക്കുക വെച്ചാൽ വലിയ സ്വപ്ന ലോകത്തുള്ളത്. അപ്പോൾ ഈ സ്വപ്നം അങ്ങോട്ടൊരു സുപ്രഭാതത്തിൽ ഇല്ലാതാവുന്ന ഒരു സാഹചര്യം എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് താങ്ങാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും കൗൺസിലിംഗ് പ്രധാനപ്പെട്ട, അതായത് AICCയുടെ ദേശീയ നേതൃത്വം ഇടപെട്ടുകൊണ്ട് ചെയ്യേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിയന്തരമായിട്ട് തന്നെ ദേശീയ തലത്തിലുള്ള കുറേ കൗൺസിലേഴ്സിനെ, സൈക്കോളജിക്കൽ കൗൺസിലേഴ്സിനെ കേരളത്തിലേക്ക് കൊണ്ടുവരണം. അതിനുശേഷം ഇവർക്കൊക്കെ കൃത്യമായിട്ട് ഒരു കൗൺസിലിംഗ് കൊടുത്ത് ഒരു നോർമൽ ലൈഫിലേക്ക് കാരണം ഇവരിപ്പം മുഖ്യമന്ത്രി മന്ത്രിയൊക്കെ ആയിക്കഴിഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കി, ആ ഒരു സ്വപ്നത്തിൽ നിന്ന് അത് മാനസികമായിട്ട് ഇപ്പം നമ്മുടെ മനസ്സിനെ നമ്മളിപ്പോൾ ഇങ്ങനെ പറഞ്ഞു ധരിപ്പിക്കുകയാണ്. ഞാൻ മുഖ്യമന്ത്രി എന്ന് കരുതിയിരിക്കുന്ന ഒരാൾ മുഖ്യമന്ത്രി ആവില്ല എന്നറിയുമ്പോഴത്തെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. താൻ മന്ത്രി എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് മന്ത്രി ആവാത്തൊരവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. അല്ലെങ്കിൽ ഞാൻ മന്ത്രിയുടെ സ്റ്റാഫ്, ഇങ്ങനെ വരെ സ്വപ്നം കൊണ്ടിരിക്കുന്ന ആളുകളുണ്ടെന്ന് ഇവിടെ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ വി.ഡി. സതീശൻ ബുദ്ധിമാനാണോ? അദ്ദേഹം ഇന്ന് രാവിലെ നമ്മുടെ വാഗമണ്ണിൽ പോയിട്ട് വനവാസം എന്ന രീതിയിലൊരു റിസോർട്ടൊക്കെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഈ റിസോർട്ടിൽ ആയിരിക്കും ഇനിയുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് ഏകദേശം നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കത്തക്ക രീതിയിലാണ് ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ ഒരു ബോഡി ലാംഗ്വേജും. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഇദ്ദേഹം പരുന്തുംപാറയിലൊക്കെ പോയി വീഡിയോ ഇട്ടിരുന്നു. ഞാൻ വനവാസത്തിലല്ല വനത്തിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ കിട്ടിയിരുന്നു. ഇപ്പോൾ എങ്ങനെ നോക്കി കാണുന്നു അനുപ ഈ ഒരു സാഹചര്യത്തെ? ഇതിനു മുമ്പ് ഇത്തരത്തിലൊരു കോമഡി ഷോ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ കോമഡി ഷോ അന്ന് സ്പോൺസർ ചെയ്തത് നമ്മുടെ മെട്രോമാൻ ആയിരുന്നു. ഓഫീസ് തുറക്കുന്നു, പാലക്കാട് ഓഫീസ് തുറക്കുന്നു, ഞാൻ നാളെ മുഖ്യമന്ത്രിയാകുന്നു എന്നൊക്കെ പറഞ്ഞ്. അപ്പം കേട്ടിരുന്ന മുഴുവൻ ആൾക്കാർക്കും അറിയാം ഒരിക്കലും സംഭവിക്കത്തില്ല എന്നറിയാം. പക്ഷേ മെട്രോമാൻ അത് മനസ്സുകൊണ്ട് അതിലേക്ക് വന്നു എന്നുള്ളത് കൊണ്ടാണ് അതിനെ മനസ്സിലുണ്ടായിരുന്ന പ്ലാനിനെ ഇംപ്ലിമെൻറ്റേഷനിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഓഫീസ് തുറന്നിട്ടുള്ളത്. ഇവിടെ കോൺഗ്രസ്സുകാരും ചെയ്തിരിക്കുന്നത് ശരിയാണ്. പലരും പേഴ്സണൽ സ്റ്റാഫിലേക്ക് വരാനായിട്ടുള്ള കാര്യങ്ങളും കുപ്പായങ്ങളും വീടുകളും എല്ലാം കണ്ടുവച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് കൗൺസിലിംഗ് വേണ്ടാത്ത കോൺഗ്രസ്സിലെ ഒരേ ഒരാളെന്ന് പറയുന്നത് വി.ഡി. സതീശനായിരിക്കും.
കാരണം വി.ഡി. സതീശന് അറിയാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു എല്ലാ കാര്യങ്ങളും താൻ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും നടക്കാൻ പോകുന്നില്ല. ഏകദേശം തോൽവി ഉറപ്പിച്ചതിൻ്റെ പേരിലാണ് പുള്ളി വനവാസം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ എന്നുള്ളതാണ്. ഇതിനെല്ലാം കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഈ വാഗമണിൽ ഇന്ന് പുള്ളി ഉദ്ഘാടനം ചെയ്തിരിക്കുന്ന വനവാസം റിസോർട്ട് എന്ന് പറയുന്നത് ആരെന്നറിയോ? പഴയ വനം മന്ത്രി KP വിശ്വനാഥ മേനോൻ എന്ന് പറഞ്ഞ പുള്ളിയുടെ സഹോദരിയുടെ മകൻ അശ്വിൻ എന്ന് പറഞ്ഞിട്ട്, അശ്വിൻ എന്നാണെന്ന് തോന്നുന്നു പേര്, അശ്വിൻ്റെയാണ് ഈ റിസോർട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ ആഴങ്ങളിലേക്ക് ഒരുപക്ഷെ ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു പാർട്ട്ണറായിട്ട് ചിലപ്പോൾ വി.ഡി. സതീശനും കാണും. പുള്ളി ഏറെക്കുറെ എല്ലാം ഉറപ്പിച്ചു വെച്ചിട്ടാണ് പുള്ളി പറഞ്ഞത് 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകും. പുള്ളി രാഷ്ട്രീയം വിടുവാനായിട്ട് തീരുമാനിച്ചിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. പുള്ളി ബിസിനസ്സിലേക്ക് ഇറങ്ങാനായിട്ട് തീരുമാനിച്ചു, അതും ഹോട്ടൽ ബിസിനസ്സിലേക്ക് ഇറങ്ങാനായിട്ട് തീരുമാനിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഈ KP വിശ്വനാഥൻ മന്ത്രിയായിരിക്കുന്ന സമയത്താണ് ഒരു ജി കാർത്തികേയനെതിരെ ഒരു ആരോപണം ഉയർന്നു വരുന്നത്. ആരോപണമായിരുന്നു, പക്ഷേ അന്ന് അതിൻ്റെ ചില വിരലുകൾ വി.ഡി. സതീശൻ്റെ മേൽ ചൂണ്ടിയിരുന്നു. കാരണം ജി കാർത്തികേയൻ എന്ന എന്താ പറയുക, കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഏറ്റവും ശക്തനായ നേതാവിൻ്റെ സംരക്ഷണയിലായിരുന്നു അന്ന് വി.ഡി. സതീശൻ ഉണ്ടായിരുന്നത്. അന്ന് വി.ഡി. സതീശൻ നടത്തിയതായിട്ട് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയതായി ചില അഴിമതികളെക്കുറിച്ചുള്ള ആരോപണങ്ങൾ വന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2011-16 കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി സാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വി.ഡി. സതീശനെ മന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരാതിരുന്നത്. പക്ഷേ ആളുകൾ അതിന് മറ്റു പല വ്യാഖ്യാനങ്ങളും പറയുന്നുണ്ട്. രമേശ് ചെന്നിത്തല V.S. ശിവകുമാറിൻ്റെ പേര് പറഞ്ഞു, അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. ഉമ്മൻചാണ്ടി സാറിനെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം TM ജേക്കബിനെയും R. ബാലകൃഷ്ണപിള്ളയും മന്ത്രിസഭയിൽ നിന്ന് മാറ്റി നിർത്താൻ മാത്രം ധൈര്യം കാണിച്ചിട്ടുള്ള ഒരു, അല്ലെങ്കിൽ അതായത് രീതിയിൽ കൗശലത്തോടു കൂടി തന്നെ കാര്യങ്ങളെ കൈകാര്യം ചെയ്ത് മുൻപോട്ട് പോയൊരു മുഖ്യമന്ത്രിയാണ് ഈ ഉമ്മൻചാണ്ടി സാർ എന്ന് പറയുന്നത്. അപ്പോൾ ഉമ്മൻചാണ്ടി സാറിനെ സംബന്ധിച്ചിട്ട് 2011 മുതൽ 16 വരെയുള്ള തൻ്റെ മന്ത്രിസഭയിൽ, അതിന് മുമ്പത്തെ മന്ത്രിസഭയിൽ അഴിമതി കാണിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ, അത് മന്ത്രി പോലും ആകാതെ MLA ആയിട്ടിരുന്നുകൊണ്ട് അഴിമതി കാണിച്ച ഒരു വ്യക്തിയെ ഉൾപ്പെടുത്തേണ്ട എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ നയപരമായ തീരുമാനമായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. എനിവേ, ഇതിപ്പോൾ നമ്മൾ സംശയിക്കേണ്ട ചില കാര്യങ്ങൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ തെലങ്കാനയിൽ നിന്നും അതോടൊപ്പം തന്നെ കർണാടകയിൽ നിന്നുമൊക്കെ ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പിനായിട്ട് ഒരുപാട് പൈസ അവിടുത്തെ കമ്മിറ്റികളിൽ നിന്ന് കടം മേടിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്രാവശ്യം ഇവിടെ ഇത് തെരഞ്ഞെടുപ്പ് നടത്തി മുമ്പോട്ട് പോകുന്നത്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ BJP പിരിക്കുന്ന പൈസ BJPയുടെ ബാങ്ക് അക്കൗണ്ടിലുണ്ടാവും, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പിരിക്കുന്ന പൈസ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അക്കൗണ്ടിലുണ്ടാവും, ഈ പറഞ്ഞ മുസ്ലിം ലീഗ് പിരിക്കുന്ന പൈസ മുസ്ലിം ലീഗിൻ്റെ അക്കൗണ്ടിലുണ്ടാവും, മറ്റ് കേരള കോൺഗ്രസ് പാർട്ടികൾ പിരിക്കുന്ന പൈസയും അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലുണ്ടാവും. പക്ഷേ കോൺഗ്രസ് പാർട്ടി പിരിക്കുന്ന പൈസ അവരുടെ നേതാക്കന്മാരുടെ അക്കൗണ്ടിലുണ്ടാവും എന്നതാണ് മറ്റൊരു വൈരുദ്ധ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പല സ്ഥലങ്ങളിൽ നിന്നും ഒരുപാട് പിരിവുകൾ വന്നിട്ടുണ്ട്. ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസൊക്കെ ഒരുപാട് അക്കൗണ്ടഡായിട്ടും അൺഅക്കൗണ്ടഡായിട്ടും ഒക്കെ ഒരുപാട് പൈസകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ പൈസകളൊക്കെ അവരുടെ നേതാക്കന്മാരുടെ വീടുകളിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ പാർട്ടി അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് ഏറ്റവും വലിയ ഉദാഹരണമാണ് വയനാട് ഫണ്ട് തട്ടിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ മറക്കരുത്. അപ്പോൾ ഏതെങ്കിലും വനവാസം തന്നെയാണ് വി.ഡി. സതീശന് ഏറ്റവും ഉചിതമെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, ഒരാൾ ഒരു ഇലക്ഷൻ്റെ തൊട്ട് മുമ്പിൽ നിന്നിട്ട് ഞാൻ വനവാസത്തിന് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ രാഷ്ട്രീയ ജീവിതം ഇവിടെ അവസാനിപ്പിക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ്. ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. തെരഞ്ഞെടുപ്പാണ്, അവസാന നിമിഷം വരെ എന്തും സംഭവിക്കാവുന്നൊരവസ്ഥയാണ് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ പിന്നെ ഒരു ട്രെൻഡ് നോക്കിയിട്ട് ആൾക്കാരെ തിരഞ്ഞെടുത്താൽ മതി, അല്ലല്ലോ. ഇലക്ഷന് ശരിക്കും ആൾക്കാരെ അവരുടെ മനസ്സിൽ ചിലപ്പോൾ അവസാന നിമിഷം ബാലറ്റ് മെഷീൻ്റെ മുമ്പിൽ ചെന്ന് കുത്താൻ നിൽക്കുന്ന നിമിഷം പോലും മനസ്സ് മാറുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം വരാനായിട്ട് സാധ്യതയുള്ളപ്പോൾ 100 സീറ്റ് കിട്ടുമെന്ന് ഉറപ്പിച്ച് പറയുക, അതും കോൺഗ്രസ് തന്നെ നിയമിച്ചിട്ടുള്ള കനകലു എന്ന് പറയുന്ന സ്ട്രാറ്റജിസ്റ്റ് നടത്തിയിട്ടുള്ള അവരുടെ സർവേയിൽ പോലും മാക്സിമം 74 സീറ്റ് വരെയാണ് മാക്സിമം അന്ന് പറഞ്ഞിരുന്നത്. ഓർക്കുന്നുണ്ടാവും, വയനാട്ടിൽ അവരൊരു ക്യാമ്പ് നടത്തിയപ്പം 74 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞപ്പോഴാണ് വി.ഡി. സതീശൻ എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നത് 74 100 സീറ്റും കിട്ടും എന്ന് പറഞ്ഞ് കനകലുവിനെ തിരുത്തുന്ന ഒരു കാര്യം വരുന്നത്. അപ്പം ഒരാൾ ഞാൻ വനവാസത്തിന് പോകും എന്ന് അത്ര കോൺഫിഡൻ്റ് ആയിട്ട് പറയുമ്പോൾ 2 കാര്യങ്ങളുണ്ട്. ചക്ക വീണ്
മുയൽ ചത്തു എന്ന് പറയുന്ന അവസ്ഥയിൽ പുതുപ്പള്ളി ഇലക്ഷനിലും അതുപോലെ തന്നെ തൃക്കാക്കര ബൈ ഇലക്ഷനിലും ഈ പറയുന്ന നമ്മുടെ നിലമ്പൂർ ഇലക്ഷനിലും പിന്നെ ലോക്സഭാ ഇലക്ഷനിലും ഈ ബാക്കി 3 ഇടത്തെയും കാര്യം എന്ന് പറയുന്നത് അവരുടെ സിറ്റിംഗ് സീറ്റുകൾ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം വ്യത്യസ്തമായിരുന്നു. അവിടെ അൻവർ എന്ന് പറയുന്ന ഒരാൾ ആദ്യം എന്താ പറഞ്ഞത്, 150 കോടി രൂപ വി ഡി സതീശന് മീൻവണ്ടി വന്നിട്ടുണ്ടെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. അതേ അൻവറിനെയാണ് സതീശൻ അവിടെ കൂടെ കൂട്ടിയിരിക്കുന്നത്. അവിടെ എല്ലാം ജയിച്ച് കയറിയപ്പോഴെല്ലാം പുള്ളി പറഞ്ഞത് ഇവിടെ ജയിക്കും, ഇല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കും എന്ന് പറഞ്ഞു. അതായത് ഈ കെ കരുണാകരനോ അല്ലെങ്കിൽ എ കെ ആന്റണിയോ ഉമ്മൻചാണ്ടിയോ ഒന്നും പറയാത്ത കാര്യങ്ങളാണ് എന്തിനേറെ പറയുന്നത്. രമേശ് ചെന്നിത്തല പോലും കഴിഞ്ഞ ഇലക്ഷനിൽ പറയാത്ത കാര്യങ്ങളാണ്. ഇതെന്ന് വെച്ചാൽ താനെന്ന ഭാവം കൊണ്ടുവരിക. ഞാനാണ് ഇതിൻ്റെ, അതായത് ഈ നമ്മളുടെ എട്ടുകാരി മമ്മൂഞ്ഞിൻ്റെ ഒരു മനോഗതിയിലേക്കാണ് ഇദ്ദേഹം പോയിരിക്കുന്നത്. അപ്പോൾ ഇത് വലിയ രീതിയിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു മാനസിക പ്രശ്നം. ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. വി ഡി സതീശൻ എന്നാണ് ഞാൻ വനവാസത്തിന് പോകും എന്ന് പറഞ്ഞത്? കൃത്യം 1 മാസത്തോളമേ ആയിട്ടുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. 1 മാസമല്ല, 2-3 മാസം മുമ്പ് പറഞ്ഞിരുന്നത് ഇദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിന്റെ ചർച്ചകൾ ആരംഭിച്ച് ഈ വയനാട് ക്യാമ്പിന് ശേഷമാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത് 100 സീറ്റിന് മുകളിൽ കിട്ടിയിട്ടില്ല എങ്കിൽ അവിടെ നിന്ന് ഒരു റിസോർട്ടിനെ പ്ലാൻ ചെയ്ത് ആ റിസോർട്ടിന് ഈ പേര് കൊടുത്ത് കൊണ്ടുവരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു ബ്രെയിൻ അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. പിന്നെ അവരവിടെ സ്വീകരിച്ചത് പ്രിയ നേതാവിന് സ്വാഗതം എന്ന് പറഞ്ഞിട്ടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇതിനെല്ലാം കൂടെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പേരുകൾ അവസാനം ഈ വനവാസത്തിൻ്റെ ഓണർഷിപ്പിൻ്റെ അവസാനം എവിടെയെങ്കിലും വന്ന് നിൽക്കുന്നത് വി ഡി സതീശൻ എന്ന് പറയുന്ന പേരിലേക്കായിരിക്കുമോ എന്ന് ശക്തമായിട്ട് സംശയിക്കേണ്ട ഒരവസ്ഥയാണ്. കാരണം വെച്ചാൽ ഇത് ഡയറക്ടർ ആവണമെന്നില്ല, അതിൽ ഷെയർ ഹോൾഡർ ആവാം, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർ ആവാം. അത് പല സ്ഥലങ്ങളിലും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷെയർ ഹോൾഡേഴ്സിന്റെ ലിസ്റ്റ് കിട്ടത്തില്ല. ആകെ കിട്ടുന്നത് കമ്പനി ഡയറക്ടേഴ്സിന്റെ ആയിരിക്കും. ഇപ്പൊ പല കമ്പനികളുടെയും ഡയറക്ടേഴ്സിന് ഒരു പക്ഷേ അതിനകത്ത് 20% ഷെയർ ഉള്ളതെങ്കിൽ ബാക്കി 80% ഷെയർ ഹൈഡ് ചെയ്ത് നിൽക്കുന്ന ഇൻവെസ്റ്റേഴ്സിന്റെ ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ ചില സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി പറ്റത്തില്ല. കാരണം അല്ലെങ്കിൽ വനവാസം എന്ന് പറയുന്ന ഒരു റിസോർട്ട് അത് ചെയ്തവന്റെ തലയെ നമ്മൾ അംഗീകരിക്കുന്നു. അത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് വി ഡി സതീശൻ വരുമ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്ന് വളരെ സംശയിക്കേണ്ട ഒരു കാര്യം. കേരളത്തിലെ എല്ലാ കോടിക്കണക്കിന് പരസ്യം കൊടുത്താലും ഒരു റിസോർട്ടിന് ഇതേ രീതിയിലുള്ള പരസ്യം കിട്ടത്തില്ല. അപ്പൊ ഇത് കൃത്യമായിട്ട് വി ഡി സതീശൻ പ്ലാൻഡ് ആയിട്ട് തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് വനവാസം എന്ന് പറയുക, അവിടെ ചെല്ലുക. അതിനു മുമ്പ് പുള്ളി ഒരു വീഡിയോ ഇട്ടിരുന്നു, സിബിസാർ തുടക്കത്തിൽ പറഞ്ഞ പരുന്തുംപാറയിൽ നിന്നുള്ള ഒരു വീഡിയോ ആണ്. വനവാസത്തിലല്ല വനത്തിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പരുന്തുംപാറയും വാഗമണ്ണും അടുത്തടുത്ത സ്ഥലങ്ങളാണ്. പുള്ളി അവിടെ പോയി നേരത്തെ തന്നെ സ്റ്റേ ചെയ്യുക, അവിടെ നിന്ന് ഇങ്ങോട്ട് വരിക, കോൺഗ്രസ് കണക്ഷനിലുള്ള ഒരാളുടെ ഓണർഷിപ്പിലുള്ള റിസോർട്ടാകുക, പുള്ളി അത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് ചെല്ലുക. ഇതെല്ലാം കൂടി കണക്ട് ചെയ്ത് വായിക്കുമ്പോൾ എവിടെയൊക്കെയോ സംതിങ്. ഇത് കൂടാതെ തന്നെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ വി ഡി സതീശൻ പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മനക്കണക്കാണ് പറയുന്നത്. ഒരു ഡാറ്റയെ ബേസ് ചെയ്തുകൊണ്ടല്ല. ഇപ്പോൾ സുനിൽ കനകൽ ഏറ്റവും ലാസ്റ്റ് ഈ ലക്ഷ്യയിൽ അവതരിപ്പിച്ച് ഇത്ര 74 സീറ്റിലേക്ക് എത്താനായിട്ടുള്ള സാധ്യതകളെ UDF എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് എന്താ വെച്ചാൽ മറ്റേ ഡാറ്റ ഷീറ്റ്, അതായത് ഒരു നിയോജക മണ്ഡലത്തിൽ 200 പേരെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ 200 പേരുടെ ഒരു ലിസ്റ്റ് അതൊക്കെ കൃത്യമായി കയ്യിൽ വെച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. അതിപ്പം എല്ലാവരെയും ഒന്നും പോയി കാണാൻ വേണ്ടി പറ്റത്തില്ലല്ലോ. കാരണം റാൻഡംലി ഇപ്പോൾ കുറച്ച് ആളുകളെ കാണുന്നു, അവർ പല രീതിയിലുള്ള ആളുകൾ, പല വിഭാഗത്തിൽപ്പെട്ട ആളുകൾ. അപ്പോൾ അങ്ങനെയൊക്കെ എടുത്ത ഒരു ഡാറ്റ അത് കൃത്യമായിട്ട് തന്നെ വരാനാണ് സാധ്യതയുള്ളത്. അപ്പോൾ അതിനെ കവർ ചെയ്തുകൊണ്ട് 100 സീറ്റ് എന്ന് പറയുക, വനവാസം എന്ന് പറയുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഈ നമ്മളൊന്നും ചിന്തിക്കാത്ത മറ്റൊരു യൂണിവേഴ്സിൻ്റെ ബുദ്ധി. കാരണം ഇപ്പോഴത്തെ ചില ചെറുപ്പക്കാരൊക്കെ കാണിക്കാൻ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. കാരണം അവരൊക്കെ ഇവിടെ നമ്മളൊന്നും ചിന്തിക്കുന്ന രീതിയിലായിരിക്കില്ല അവർ ചിന്തിക്കുന്നത്, അവർ വേറെ രീതിയിലാണ് ചിന്തിക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നത് കൃത്യമായ ഒരു പങ്ക് ഈ വനവാസം റിസോർട്ടിൽ ഷെയർ വി ഡി സതീശൻ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. നമുക്കിത് വ്യക്തമായിട്ട് പറയാൻ വേണ്ടി പറ്റത്തില്ല. വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ പരിശോധിക്കാം, എവിടെന്നെങ്കിലും എന്തെങ്കിലും കിട്ടാതിരിക്കത്തില്ല. അതിൻ്റെ അത് വേറൊരു കാര്യം കൂടെ, ഈ അജണ്ടകൾ ഇല്ലായിരുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ പോലും, UDF അജണ്ട ഇല്ലായിരുന്നു എന്ന് പറയുമ്പോൾ പോലും ഫേക്ക് അജണ്ടകൾ ഒരുപാടുണ്ടായിരുന്നു. അതായത് വി ഡി സതീശൻ ജെൻസി വോട്ടർമാരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞൊരു കാര്യം,
മോഡിഫിക്കേഷൻ വരുത്താമെന്ന്. മോഡിഫിക്കേഷൻ എങ്ങനെ വരുത്താനായിട്ട് പറ്റും? രാജ്യത്ത് നിലവിലുള്ള ഒരു നിയമത്തിനെതിരായിട്ട് എങ്ങനെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും? അതുകൊണ്ട് 25 ലക്ഷത്തിന്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, അത് ശരിക്കും പറഞ്ഞാൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിക്ക് വേണ്ടിയിട്ട് സർക്കാർ നടത്താനിരിക്കുന്ന ഒരു സ്കാമാണത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ പദ്ധതികൾ. ഇപ്പോൾ എനിക്കിനത് തോന്നുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിലെ ചില ഓൺലൈൻ മാധ്യമങ്ങൾക്കും അതോടൊപ്പം തന്നെ മറ്റ് ചില മാധ്യമ സ്ഥാപനങ്ങൾക്കും ഈ പിണറായി വിജയനോടുള്ളൊരു വിരോധമുണ്ട്. അതെ, ആ വിരോധം മൂത്തുകൊണ്ട് കേരളത്തിൽ UDF തരംഗമാണ് എന്നൊക്കെ പ്രചരിപ്പിച്ച് ഇവരെ ഒരു സ്വപ്ന ലോകത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഈ സ്വപ്ന ലോകത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് റിസൾട്ട് വരുന്ന മെയ് 4-ാം തീയതി സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ഈ കേരളത്തിൽ UDF തരംഗമാണ് എന്ന് പ്രവചിച്ചിരിക്കുന്നവർ കൂടി ഈ സൈക്കോളജിക്കൽ ആയിട്ടുള്ള കൗൺസിലിങ് അത് കമ്പൽസറി ആയിട്ട് വേണം. ഇത് നമ്മളൊരു ആദ്യം ഒരു തമാശയായിട്ട് പറഞ്ഞതാണെങ്കിലും ഇത് വളരെ സീരിയസ് ആണ്. വളരെ, അല്ലെങ്കിൽ ഇവരൊക്കെ വലിയ അക്രമകാരികളായിട്ട് മാറും. അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ UDF ജയിക്കും അല്ലെങ്കിൽ UDF തരംഗമാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പറയുന്നതിനെ നമുക്ക് മനസ്സിലാക്കാം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ആൾക്കാർ വോട്ട് ചെയ്തു, അതിനുശേഷവും UDF ആണ് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ UDF തരംഗം സംഭവിക്കും, ഇന്നയാൾ മുഖ്യമന്ത്രിയാകും, ഇന്നവർ മന്ത്രിമാരാകും എന്നുള്ള രീതിയിൽ ഉള്ളൊരു പ്രചാരണം പല മാധ്യമങ്ങൾ വഴിയും പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴിയും നടത്തുന്നതിന് പിന്നിൽ വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ടോ എന്നും കൂടി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അത് പണപ്പിരിവ് നടത്തുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യം കൂടി അതിൻ്റെ അകത്ത് നടക്കുന്നുണ്ട്. അപ്പം അതിനെയും കൂടി ഫോക്കസ് ചെയ്തുകൊണ്ടാണ് പലരും ഇത് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഈ കാണുന്ന തമ്മിലടിക്കുകയോ ഒന്നും അതിനപ്പുറത്തേക്ക് വലിയൊരു ഫിനാൻഷ്യൽ ഡീല് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടും കൂടിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അതായത് ഇപ്പോൾ ഒരു പുതിയ മന്ത്രി വരുന്ന സമയത്ത് ഞാനായിരിക്കും ഈ വകുപ്പ് കൈകാര്യം ചെയ്യാൻ പോകുന്നവരോട് പല ബിസിനസ്സുകാരെ സമീപിക്കാൻ വേണ്ടി പറ്റും. ഞാനായിരിക്കും മുഖ്യമന്ത്രിയാവുക എന്ന് പറഞ്ഞുകൊണ്ട് പല ബിസിനസ്സുകാരെ സമീപിക്കാൻ പറ്റും. അവിടെ പല രീതിയിലുള്ള ഡീലുകൾ. ഏതൊക്കെയാലും ഒരു കാര്യം നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ പല കുതന്ത്രങ്ങൾക്കും ഒടുവിൽ VD സതീശൻ്റെ വനവാസം വീണ്ടും വിവാദത്തിൽപ്പെടാനായിട്ടുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ സാധിക്കത്തില്ല. ഒരുപക്ഷെ ഈ വനവാസമായിരിക്കാം VD സതീശൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള അദ്ദേഹത്തിൻ്റെ കസേരയ്ക്ക് ഒരു തടസ്സമായിട്ട് മാറാൻ വേണ്ടി പോകുന്നത്. ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസ്റ്റുകൾ ഏതൊക്കെയാലും വനവാസത്തിൻ്റെ പുറകെ കൂടും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട.